ഷിരൂരിൽ അർജുനായുള്ള ദൗത്യം ഏറെ സങ്കീർണമാവുകയാണ്. പുഴയിൽ ലോകസാന്നിധ്യം സ്ഥിരീകരിച്ച് നിർണായക ഡ്രോൺ സിഗ്നൽ നേരത്തെ ലഭിച്ചിരുന്നു. 4ാം തവണത്തെ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത്. സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് നാവികസേനയുടെ കൂടുതൽ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തുകയാണ്. ഈ ലോറിയുടെ ക്യാബിൻ ഏതു ഭാഗത്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൗത്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വൈകിട്ടോടുകൂടി ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശക്തമായ ഈ ഗംഗാവലിപ്പുഴയിൽ ശക്തമായ ഒഴുക്കാണ്. അതുകൊണ്ട് നാവികസേനയ്ക്ക് അങ്ങോട്ടേക്ക് ഉള്ള ആഴങ്ങളിലുള്ള പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ന് ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഈ രാവിലെ മുതൽ ആരംഭിച്ച ഇത്ര തീവ്രമായ പരിശോധന അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാലാവസ്ഥ പ്രതികൂലമായി വരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾക്കൊക്കെ ഈ ശക്തമായ ഒഴുക്കും മഴയും ഒക്കെ തന്നെ അതിന് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. കാർവാർ MLA ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങിയുള്ള പരിശോധന ഇന്ന് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അടിയൊഴുക്ക് വളരെ ശക്തമാണ്. ഈ ഭാഗം കേന്ദ്രീകരിച്ച് നാവികസേന അവിടെ ഡൈവിംഗ് നടത്തിയുള്ള പരിശോധന നടത്തും എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ ലഭിച്ചിരുന്നത്. പക്ഷേ അത് കഴിയാതെ വന്നിരിക്കുന്നു. ഇപ്പോൾ ശ്രീജിത്ത് അവിടെ നിന്നും ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, നമ്മൾ മനസ്സിലാക്കിയത് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തെത്തി ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് ആഴങ്ങളിൽ ഉള്ള പരിശോധന അവർ മുങ്ങൽ വിദഗ്ധർ ആ പുഴയിലേക്ക് ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി അങ്ങോട്ടേക്ക് പരിശോധന നടത്തും എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, പുഴയിലെ അടിയൊഴുക്ക്, ഇതൊക്കെ കാരണം അങ്ങോട്ടേക്കുള്ള ഡൈവിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്താൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത്. എന്തായാലും 10ാം ദിനവും ഊർജിതമായി തന്നെയാണ് പരിശോധന നടന്നത്. കാരണം എന്താണോ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്, കരസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും ഉൾപ്പെടെയുള്ള സംയുക്തമായുള്ള ഒരു ചർച്ച നടത്തിയിരുന്നു. അതിലെന്താണോ പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് ഇന്ന് പൂർണ്ണമായും നടപ്പിലാക്കുന്നത്. 12 മണി മുതൽ അവർ എന്താണോ പറഞ്ഞത് ആ കൃത്യസമയത്ത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നിലവിൽ പുറത്തു വന്നത്. അതനുസരിച്ചാണെങ്കിൽ 4 മണിയോടെ തന്നെ ഇത്തരത്തിൽ ഈ ലോറിയുടെ സമീപത്ത് എത്തുമെന്നായിരുന്നു അവരുടെ പ്ലാനിലുണ്ടായിരുന്നത്. കാരണം 12 മണിക്ക് തന്നെ ഈ പ്രദേശത്ത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയും ആ ആധുനിക സംവിധാനത്തിൽ ക്രമീകരിച്ച ആ ഡ്രോണിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് ആദ്യം ചെയ്തത്. അത് മുഴുവൻ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള പരിശോധന നിർത്തും. അതിനുശേഷം ഈ ചിത്രങ്ങൾ പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് നിലവിൽ ഈ നാവികസേന കടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ മുങ്ങൽ വിദഗ്ധരെ ആ പ്രദേശത്തേക്ക് അയക്കാനുള്ള ശ്രമം നടത്തുക. പക്ഷെ അവർ തുടക്കത്തിൽ തന്നെ അതിനു മുൻപ് തന്നെ ഈ വിശകലനം നടക്കും മുൻപ് തന്നെ ആ പ്രദേശത്ത് എത്തിയിരുന്നു. പക്ഷെ അവിടെ ശക്തമായ അടിയൊഴുക്കാണ്. ആ പ്രദേശത്ത് നിരന്തരം അടിയൊഴുക്കിന്റെ ശക്തമായ വെള്ളമുണ്ട്. കാരണം ഈ പ്രദേശത്ത് എന്തായാലും ഉച്ചയോടെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ പ്രദേശത്ത് മഴ ഇത്തരം അടിയൊഴുക്കെന്ന് ചോദിച്ചാൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദിയായതിനാൽ തന്നെ പല കാടുകളിലൂടെയുമാണ് ഇത് സഞ്ചരിച്ച് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ ഈ കാടുകളിലും വനമേഖലയിലും ശക്തമായ മഴ ലഭിച്ചാൽ ഈ പ്രദേശത്തും ശക്തമായ ഈ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അത് വളരെ കൃത്യമാണ്. കാരണം ഈ പ്രദേശത്ത് ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഉച്ചയോടെ തന്നെ മഴ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഒഴുക്കിന് അല്പം പോലും കുറവില്ലാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ ഇന്നലെ എവിടെയാണോ സിഗ്നൽ ലഭിച്ചത് അതിന് സമാനമായ സിഗ്നൽ കൂടുതൽ ശക്തിയോടെ തന്നെ ഇന്നും ലഭിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ തന്നെ 100% തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനത്തിലേക്കാണ് ഇനി കടക്കാനുള്ളത്. പക്ഷെ ആ മണ്ണ് മാറ്റണമെങ്കിൽ ആ പ്രദേശത്ത് ആ ലോറിയെ തടഞ്ഞു നിർത്തേണ്ട കാര്യമുണ്ട്. കാരണം ലോക്ക് ഉപയോഗിച്ച് ആ ലോറിയെ കൊളുത്തുപയോഗിച്ച് പിടിച്ചു നിർത്തുക. അതിനുശേഷമായിരിക്കും ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ പോവുകയും അതിലുണ്ടായിരുന്ന ഈ തടിക്കഷ്ണങ്ങളെ മാറ്റണം. കാരണം 400-ലധികം തടിക്കഷ്ണങ്ങളുണ്ട്. അങ്ങനെ ആ തടിക്കഷ്ണങ്ങളെ മാറ്റി ആ ലോറി സ്വതന്ത്രമാക്കിയ ശേഷമായിരിക്കും ഈ ക്യാബിനിലേക്ക് ചെന്ന് ഈ ക്യാബിനിലുള്ള അർജുനെ പുറത്തെത്തിക്കുക. പക്ഷേ മറ്റൊരു കാര്യം, ഈ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്താനും ഈ പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല. അതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. അതാണ് നിലവിൽ അല്പസമയം മുമ്പ് നാവികസേനയുടെ സമീപത്ത് നിന്നുമുണ്ടായ ഈ ഒരു
പ്രതികരണം. ആ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്താൻ ഈ സിഗ്നലിനും കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സങ്കീർണമാണ് ഇന്നത്തെ ദിവസം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഉത്തര കർണാടക ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ ഈ SP, പ്രാദേശിക ഇവിടുത്തെ കാർവാർ MLA, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കോഴിക്കോട് നിന്നുള്ള MP രാഘവൻ, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് നിന്നുള്ള MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. അതിൽ സുപ്രധാന വിവരങ്ങൾ അവർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നറിയാൻ നിലവിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ MLA എത്തിയാണ് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള വിവരങ്ങൾ ഈ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിനിടയിലാണ് സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ആദ്യമായാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അത് അവർ സൂചിപ്പിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ പുറത്തു പറയുമെന്നാണ്. എന്തായിരിക്കും ആ തീരുമാനം എന്നതിനെ കുറിച്ച് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ ഇന്ന് മനാഫിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്നും ഒരു വെളിപ്പെടുത്തലുണ്ടായി. കാരണം അർജുന്റെ ലോറിയിലെ തടികൾക്ക് സമാനമായി ഒരു 10 കിലോമീറ്റർ അകലെ നിന്നും 4 തടികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഈ അർജുന്റെ ലോറിയിൽ എഴുതിയിരുന്ന തടി കഷ്ണങ്ങളിൽ എഴുതിയിരുന്ന നമ്പറുകൾക്ക് സമാനമായ നമ്പറുകളാണ് ആ 10 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയ ലോറിയിലും തടികളിലും ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസിനെ അറിയിക്കുകയും മറ്റ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അവർ കൂടുതൽ പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അത് ഇനി അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയാണോ എന്ന് സ്ഥിരീകരണം നടത്താനുള്ളത് ഇത്തരം ഉദ്യോഗസ്ഥരാണ്. അവരെന്തായാലും അതിന്റെ പരിശോധനാ ഫലവും ചിലപ്പോൾ ഇന്ന് തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൂർണ്ണമായി തന്നെ ലോറി ഈ പുഴയ്ക്കുള്ളിൽ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാം 7 ദിവസത്തോളം കാത്തിരുന്നത് കരയിൽ നിന്നും ഈ അർജുന്റെ ലോറി കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റുന്ന സാഹചര്യമാണ് നിലവിൽ 2 ദിവസമായുള്ള തിരച്ചിലിൽ തെളിഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായി തന്നെ ഈ ലോറി പുഴയ്ക്കുള്ളിൽ തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ റഡാർ, സോളാർ, ഇതിന്റെ ഡ്രോൺ വിഷ്വൽ ഉൾപ്പെടെയുള്ളവ പുറത്തു വന്ന രീതിയിൽ ഇന്ന് തന്നെ കൂടുതൽ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ ലോറി ഇന്ന് തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. അതെ, തീർച്ചയായും ലോറിയിൽ നിന്ന് പുറത്തെത്തിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ഇത്രയും ദിവസം 10 ദിവസത്തെ പരിശോധന നടക്കുന്നു. ഇത്രയും 8 ദിവസത്തോളം പരിശോധന നടന്നത് കരയിലാണ്. കരയിൽ ഈ ലോറി ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് പരിശോധന നടന്നത്. അവസാനം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടാണ് ഇത് പുഴയിൽ തന്നെ ലോറി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അതുകൊണ്ടാണ് പുഴ കേന്ദ്രീകരിച്ച് ഇനി ഈ ഡ്രോണിൽ കണ്ടെത്തിയ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇനി തെരച്ചിലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. പക്ഷേ ശക്തമായ ഒഴുക്കും ഈ വെള്ളത്തിൻ്റെ കൂടുതൽ ശക്തമായ സാന്നിധ്യം, മഴ, ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്.